ഹലോ ഹലോ ഉത്തമ, ഞാനാ മോഹനേഷ്. എന്ത് സാറേ? രാവിലത്തെ തലവേദന മാറുന്നില്ല, എന്താ ചെയ്യുക? സാറേ പിന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെയും ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെയും 2 മഹത് വചനങ്ങൾ എടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ പുഴുങ്ങി തിന്ന് അടി പിടിക്കാതെ നോക്കിയോണേ. എന്റെ പൊന്ന് സാറേ, അസുഖം വന്നാൽ മരുന്ന് കഴിക്കണം. വേറെന്താ വഴി? എനിക്ക് വേറെ പണിയുണ്ട്, നാളെ കാണാം. ഉത്തമ, ഹലോ 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 അഡ്വക്കേറ്റ് ഹരിചന്ദ്രൻ സാറിൻ്റെ ഓഫീസല്ലേ? അത് തന്നെ സാർ, ഞാൻ മോഹനേഷൻ, സത്യഭാമയുടെ. മനസ്സിലായടേ. എടേ സത്യഭാമേ, ഇയാൾക്കാണ് ഫോൺ. ഹലോ. ഭാമ, ഞാനാ. എന്താ പറ്റിയേ? എനിക്ക് തലവേദന കൂടി, ഞാനീ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്കോ? പോയി ഡോക്ടറെ കണ്ടൂടെ? അയ്യോ സോറി, ആശുപത്രി പോവാൻ പാടില്ലല്ലോ. ഈ തലവേദന ഒന്ന് മാറാൻ എന്താ വഴി? അയ്യോ, ഞാൻ ഡോക്ടർ അല്ലല്ലോ, ഒരു പാവ വക്കീലല്ലേ. നീ കളിയാക്കാതെ വഴി എന്തെങ്കിലും പറ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഏട്ടാ, തല നീർക്കിട്ടുള്ളോണ്ട്. അത് കുറച്ച് വിക്സ് എടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് ആവി പിടിക്ക്. ഈ വിക്സ് എവിടെ ഇരിക്കുന്നേ? അലമാരയുടെ നടുവിലത്തെ തട്ടിലുണ്ട്. ഓ, ഞാൻ വരണോ സാറേ? വേണ്ട, അതിന്റെ കാര്യമൊന്നുമില്ല. എന്തിനാ ഇത്രയും തുണിയൊക്കെ? ഹലോ സാറേ, വീണ്ടും മോഹനേഷനാ? എടേ സത്യഭാമേ, വീണ്ടും മോഹനേഷനായി. ഹലോ ഭാമ, ഏതലമാരല്ലേ ഇരിക്കുന്നേ? നമ്മുടെ മുറിയിലെ അലമാരയില്, അല്ലത് ഇവിടാ. ഓ, താങ്ക്സ്. എവിടെ വെച്ചേക്കുന്നത്? ഇതിനാണോ ചാടിയത്? തലവേദന സഹിക്കുന്നില്ല.
അകത്തൊന്നുമില്ലല്ലോ. ഭാഗ്യം. ഇതല്ല, ചരുവോന്നോ കുടം. ഇത് നിറയെ വെള്ളം വേണ്ടി വരുമായിരിക്കും അല്ലേ? ഇത് തിളച്ചതിന് മുമ്പാണോ തിളച്ചതിന് ശേഷമാണോ? ചോദിച്ചു നോക്കാം. കിട്ടിയടേ. ഹലോ സാറേ, ഞാൻ മോഹനകൃഷ്ണ. എടേ സത്യഭാമേ, ഫോൺ ഇട്. ഹലോ. ഈ ഭാമ, ഈ വെള്ളം തിളപ്പിച്ചിട്ട് മിക്സറിനോ ഈ വിക്സ് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കണോ? ഞാൻ വരാം. വേണ്ട, നീ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? പറഞ്ഞു തന്നാ മതി. അതെ, പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും എനിക്ക് എളുപ്പം അവിടെ വന്ന് ഉണ്ടാക്കി തരുന്നതാണ്. എന്നാ പിന്നെ ശരി. സാർ, ഞാനൊരു അല്പം നേരത്തെ പോയിക്കോട്ടെ? എന്തിനു പറ്റിയടേ മോഹനകൃഷ്ണന്? അല്ല, വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നു. വെള്ളം തിളപ്പിച്ചിട്ട് വിക്സ് അതിലിടണോ, വിക്സ് വെള്ളത്തിലിട്ട് തിളപ്പിക്കണോ എന്നതാണ് പ്രശ്നം. എന്തിര്? ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരമുണ്ടാകൂ എന്ന് സാറ് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആശുപത്രികളുടെ ഉദ്ദേശം സ്വയം അടച്ചുപൂട്ടി പോവുക എന്നതാണെന്നത് കേട്ടിട്ടുണ്ടോ? എന്തിരടെ സത്യഭാമേ ഈ വക്കീലന്മാര് പറയും പോലെ വളച്ചേട്ടി പറഞ്ഞോണ്ടിരിക്കുന്നത്? നേരെ ചുവരെ പറയണ്ടേ? പറ. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോ നാളെ കാണാം. ഈ വെള്ളവും വിക്സും തമ്മിൽ എന്തിരുടെ കണക്ഷൻ? കാണുമായിരിക്കും. അവള് ഇവിടെ വന്നിട്ട് എന്നെ തോപ്പിക്കാനുള്ള ശ്രമം. മോഹനകൃഷ്ണനെ തോപ്പിക്കാൻ നോക്കല്ലേ. അവള് വരുന്നതിന് മുമ്പ് ഞാൻ ആവി പിടിച്ചിരിക്കും. ഇത് മതിയാവുണ്ടോ? ഇത് ഇവിടെ മാറ്റിക്കൊണ്ട് ചാവി പിടിക്കാം. ഒരു തുണി എവിടെ കൊണ്ടുവച്ച് ഭാമേ നീ? ഒന്നിനും ഒരു ശ്രദ്ധയില്ല. അയ്യോ അമ്മ, അയ്യോ അമ്മ. മോഹനേട്ടാ, എവിടെ പോയി? മോഹനേട്ടാ, ഇത് ഞാനാ. ഇതെന്താ മോഹനേട്ടാ?
ഒന്ന് ആവി പിടിച്ചതാ. മൈദമാവ് കൊണ്ടാണ് ആവി പിടിക്കുന്നേ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. മോഹനേട്ട കാര്യം പറ. എനിക്ക് ആവി പിടിക്കാൻ അറിയില്ലല്ലോ, അങ്ങനെ പറ്റിപ്പോയി. ഇങ്ങ് വാ. ചന്തി ഇടിച്ച വീണത്. രാവിലെ ഡോക്ടർമാരെ കുറിച്ചും ആശുപത്രികളെ കുറിച്ചും ഗുളിയെ കുറിച്ചും ഒക്കെ നടത്തിയ പ്രഭാഷണം വല്ലതും ഓർമ്മയുണ്ടോ? ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് എന്റെ മെക്കിട്ട് കയറിയ സമയത്ത് ഒന്ന് ആവി പിടിക്കാൻ പഠിച്ചിരുന്നെങ്കിലേ ഞാനൊന്നും പറയുന്നില്ല. പറ്റിപ്പോയി. മോഹനേട്ടാ, ഭർത്താവിന് തലവേദനയാണെന്ന് പറഞ്ഞപ്പോ ഉള്ള സ്നേഹം കൊണ്ട് ഒരു ഗുളിക തരാമെന്ന് പറഞ്ഞു. മോഹനേട്ടൻ തിരിച്ച് മഹാത്മാഗാന്ധി തൊട്ട് ബർണാഷ വരെയുള്ളവരുടെ മഹത് വചനങ്ങളാണ് എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. എന്തായാലും മഹാത്മാഗാന്ധിയും ബർണാഡ് ഷായും ഒന്നും ഒരു തലവേദനയുടെ പേരിൽ ഇങ്ങനെ പാടുപെട്ടിട്ടുണ്ടാവില്ല. അതെ, മഹത് വചനങ്ങളൊന്നും പഠിക്കണ്ടെന്നല്ല. പക്ഷേ ആദ്യം പഠിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാ, അല്ലേ? സംശയമുണ്ടോ? ഇനിയിപ്പോ എന്താ പരിപാടി? നടുപിടിച്ച വീണ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ പറ്റുക? ആശുപത്രി പോയാലോ നമുക്ക്? പക്ഷേ ആശുപത്രിക്കാര് കിട്ടി മോഷ്ടിക്കില്ലേ? എന്റെ മോഹനേട്ടൻ ഇങ്ങനെ എത്ര കിട്ടിയാലാ പഠിക്കുക? ഞാൻ പഠിച്ചു. നീ എന്നെ കളിയാക്കരുത്. ഇല്ല. അപ്പൊ വന്ന തലവേദന മാറാൻ ആവിയും പിടിച്ചു തരാം, നടുവേദന മാറാൻ കൊഴുമ്പ് പുരട്ടി തരാം. സാരമില്ല കേട്ടോ. അതെ, ആരടുത്തും പറയണ്ട.